ആവേശം പൊങ്ങുന്നേ, ആകാശം മുട്ടുന്നേ, ആഘോഷക്കാലത്തിൻ ആരംഭം കാണുന്നേ. നിക് വ്ളോഗ്സ് ഈ ഒരു മനുഷ്യന്റെ കാര്യം പറയുമ്പോഴത്തേക്കുണ്ടല്ലോ ഉള്ളിൽ നിന്നൊരു സന്തോഷമാണ്. കാര്യം നമ്മളെ കൊണ്ട് പറ്റാത്ത പല കാര്യങ്ങളും പുള്ളി ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇപ്പം മനുഷ്യന്മാരെന്ന് പറയുമ്പോഴത്തേക്ക് അവരെന്ന് പറഞ്ഞാൽ ഈ അസൂയയും കുശുമ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടീംസാണ് ഈ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ നിക് വ്ളോഗ്സിന്റെ വീഡിയോ കാണുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം മറന്നിട്ട് അവരുടെ സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാൻ പറ്റണം. അതൊരു പ്രത്യേക ഒരു കഴിവ് തന്നെയാണ് പുള്ളിക്കാരൻ്റെ ആ വീഡിയോകളുടെ ആ ഒരു പവറെ. അപ്പോൾ ഈ പുള്ളി ചെയ്യുന്ന പല കാര്യങ്ങളും കാണുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, എനിക്ക് നിക് വ്ളോഗ്സിന് ഇഷ്ടമാവാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പല രാഷ്ട്രീയക്കാരാണെങ്കിലും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കയറിപ്പോവും. പിന്നെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി കൊഞ്ചനും കുത്തണ പോലത്തെ പരിപാടിയാണ് ഇവരെ കാട്ടാറ്. പക്ഷേ നമ്മളൊന്നും പറഞ്ഞ് ഏൽപ്പിക്കാണ്ട് അതായത് ഇപ്പോൾ ഈ പാവപ്പെട്ടവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവരുടെ ഓരോ സ്വപ്നങ്ങളൊക്കെ നേടിക്കൊടുക്കാനായിട്ട് ഒരാൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അയാൾ എന്തുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൂടാ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാളാണ് ഈ നിക് വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം കഴിഞ്ഞ ദിവസം പുള്ളിയിട്ടൊരു വീഡിയോ, പുള്ളി പോയതെന്ന് പറഞ്ഞാൽ പലങ്ങാടുള്ള നമ്മുടെ കബീർക്ക എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ചായക്കടയിനകത്തേക്കാണ് പുള്ളി പോയത്. അപ്പൊ അവിടെ ചെന്ന് ഈ നിക് വ്ളോഗ്സ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് കണ്ടുപോകാം. കബീർക്ക പാലക്കാട് ജില്ലയിലെ ഒരു ചെറിയ ചായക്കടക്കാരൻ. മക്കളൊന്നുമില്ല, ഭാര്യയാണെങ്കിൽ കുറച്ചു നാൾക്ക് മുമ്പ് എല്ലാവരും വിട്ടിട്ട് പോയി. ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു. ഷൂട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കടം കൊടുത്ത പലിശക്കാർ എന്റെ കൺമുന്നിൽ വെച്ച് തന്നെ 3 പേര് വന്ന് കാശ് വാങ്ങിച്ചിട്ട് പോയി. ഇതിന്റെ വാടകയാണ്? ഒന്നും അറിയില്ല. പിന്നെ പൈസ അതിന് കടം കൊടുക്കുന്നതാ. അങ്ങനെ ഈ അടവും കൊടുക്കും, കാര്യങ്ങൾ പോയിട്ടോ അത് വാടക 3 പേരുണ്ട്. ഇത്രയും വലിയ കടം എന്തിനാന്ന് ചോദിച്ചപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു. ആകെ മൊത്തം ഈ ഒരു പ്രായത്തിൽ സമാധാനമില്ലാത്തൊരു ലൈഫ് നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ സുഹൃത്തുക്കളെ? അപ്പൊ ഈ നിക് വ്ളോഗ്സിന്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കെല്ലാം മനസ്സിലാവും പുള്ളിയുടെ പാറ്റേൺ എങ്ങനെയാണ്. ഫസ്റ്റ് തന്നെ ഇവരുടെ ഒരു ഇപ്പോൾ ഉള്ള നിലവിനകത്തുള്ള ലൈഫ് കാട്ടും, അത് കഴിഞ്ഞിട്ട് നിക് വ്ളോഗ്സ് അവിടെ ചെന്നിട്ട് വരുത്തുന്ന പല മാറ്റങ്ങളും. അങ്ങനത്തെ ഒരു സിനിമ മോഡലിലാണ് പുള്ളിക്കാരൻ്റെ വീഡിയോ പോക്ക്. അപ്പൊ ഇപ്പൊ പുള്ളി കാണിച്ചതെന്ന് പറഞ്ഞാൽ അവരുടെ കറണ്ട് ഒരു സിറ്റുവേഷൻ, അതായത് ഇപ്പൊ പുള്ളി ചെല്ലുമ്പോൾ അവിടെ ഉള്ള അവരുടെ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. ആ പുള്ളി അവിടെ നിൽക്കുക, ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇരിക്കുക തന്നെ പുള്ളിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. അപ്പൊ അത്രത്തോളം ഇവര് ഈ ഒരു അവസ്ഥയിൽ കൂടെയാണ് ആ ഒരു പുള്ളിക്കാരൻ കബീർക്ക എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ കടന്നുപോയിക്കൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെയുള്ളവരുടെ ഇടയിലേക്കാണ് ഈ നിക് വ്ളോഗ്സ് ചെല്ലുന്നത്. ഈ നിക് വ്ളോഗ്സ് ചെന്ന് കഴിയുമ്പോഴല്ല നമുക്ക് തന്നെ ഒരു വിശ്വാസമാണ്. കാര്യം പുള്ളി ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒന്നും ചെയ്യാണ്ടിരിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യന് അങ്ങനത്തെ ഒരു പവർ, അതായത് പുള്ളി അവിടെ ചെല്ലുമ്പോൾ തന്നെ പുള്ളി എന്തെങ്കിലും അവിടെ ചെയ്തിരിക്കും, എന്തെങ്കിലും ഒരു നല്ല കാര്യം അവിടെ ചെയ്തിരിക്കും, അവരുടെ എന്തെങ്കിലും ഒരു സ്വപ്നം പുള്ളി നടത്തി കൊടുത്തിരിക്കും എന്ന് നമ്മുടെ ഉള്ളിലൊരു വിശ്വാസം വരുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിക്കാരൻ്റെ വലിയൊരു കഴിവ് തന്നെയാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ പുള്ളിക്കാരനെ അപ്രിഷിയേറ്റ് ചെയ്ത് തന്നെ വേണം. അപ്പൊ ഇനി നമുക്ക് ബാക്കിയാണ് നോക്കി. ഇക്കടെ ഏറ്റവും വലിയ ആഗ്രഹം പറ. ഏറ്റവും വലിയ ആഗ്രഹം തന്നെയാണ്, എനിക്ക് വേറൊരു ആഗ്രഹമില്ല. ഇക്കടെ എക്കാലത്തെ ആഗ്രഹം ഈ കടയുടെ ഷീറ്റൊക്കെ ഒന്ന് മാറണം, കൂട്ടകളൊക്കെ അടക്കണം, കടങ്ങളൊന്നുമില്ലാതെ സമാധാനമായിട്ട് ജീവിക്കണം. പക്ഷേ ഇക്ക പോലും അറിയാതെ നമ്മൾ ഇതൊരു ലക്ഷൂറിയസ് ഗെറ്റപ്പ് ആയിട്ട് മാറ്റി. ഇത് എന്റെ പ്രോമിസ് അല്ല, നമ്മുടെ പ്രോമിസ്. പുള്ളി ആരോടതൊക്കെ പറഞ്ഞ നിക് വ്ളോഗ്സിനോട് പുള്ളിക്കാരനോട് പറയേണ്ട താമസം പുള്ളി അപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ ഈ ഒരു നിക് വ്ളോഗ്സിന്റെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, എന്റെ പൊന്ന് എത്ര നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്താലും മതിയാവാത്തൊരു കാര്യമാണ്. കാര്യം പുള്ളി അങ്ങോട്ട് ചെയ്യണേണ്, പുള്ളിയുടെ ഉള്ളിൽ നിന്ന് വന്ന് പുള്ളി അങ്ങോട്ട് ചെയ്യുന്നത് അതൊരു പ്രത്യേക. അങ്ങനെ രാവെന്നോ പകലെന്നോ നോക്കാത്ത പണി, ഉറക്കമില്ലാത്ത രാത്രികൾ, ദിവസങ്ങൾ കടന്നുപോയി. ഓവർ സ്ട്രെസ് കാരണം മാനസികമായി തകർന്ന നിമിഷങ്ങൾ. ചില സമയത്ത് വർക്കേഴ്സിനെ കിട്ടത്തില്ല, ചില സമയത്ത് മെറ്റീരിയൽസ് കിട്ടത്തില്ല. ഒട്ടുമിക്ക പലപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്ത് ഒന്നും തന്നെ നടക്കാറില്ല. കുറച്ച് ഡിസൈൻ ചേഞ്ചസ് വരുന്ന നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലാറ്റ് ആയിട്ട് ഒരു സീലിംഗ് വെക്കാനായിരുന്നു. പക്ഷേ സിൻസ് നമ്മൾ ചെയ്തു വന്നപ്പോഴത്തേക്കും കുറച്ച് നല്ല ഹൈറ്റ് ആയപ്പോഴത്തേക്കും നമ്മൾ ഓക്കെ എ ഷേപ്പ് തന്നെ ആക്കാം. ഔട്ട്കം അടിപൊളിയായിരിക്കും. നമ്മൾ ഇനോഗ്രേഷൻ ഡേയിൽ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ബഡ്ജറ്റിനെ 3 ഇരട്ടി വിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എൻ്റെ ഒരു പോളിസി ഉണ്ട്, ചെയ്യുവാണെങ്കിൽ നല്ല രീതിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യാൻ പോകരുത്.
അത് കറക്റ്റ് കാര്യം കേട്ടോ. നമ്മൾ ചെയ്യുകയാണെങ്കിൽ മര്യാദയ്ക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകരുത്. ആ ഒരു സാധനമാണ് ഇവിടെ നിക്ക് പറയുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, അതായത് പുള്ളി അവിടെ അനുഭവിക്കുന്ന, അതായത് ഈ ഒരു പരിപാടിക്ക് വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പൊ ആ ഒരു സംഭവം കിട്ടാതെ വരുന്നതും പുള്ളി പറയുന്നുണ്ടല്ലോ, ബഡ്ജറ്റ് കൂടുന്നതും അങ്ങനത്തെ പല പല പ്രശ്നങ്ങളും പുള്ളിക്കാരൻ നേരിടേണ്ടി വരും. അപ്പൊ ഈ ഒരു ഇതിനകത്ത് ഇറങ്ങി തിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെയും ഇതിനൊരു സൈഡ് ഉണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് കാണുമ്പോഴത്തേക്കും വീഡിയോ ഒറ്റ ദിവസം കൊണ്ട് പുള്ളി ചെല്ലുന്നു, അടിപൊളിയാക്കി കൊടുക്കുന്നു, പോകുന്നു, അങ്ങനെയാണ് നമുക്കിത് കാണുമ്പോൾ തോന്നാം. പക്ഷെ അതിന്റെ പുറകിനകത്ത് പുള്ളി എന്തോരം ഇത് അനുഭവിക്കുന്നുണ്ട്, എന്തോരം ഇതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ അതിന്റെ ഒരു അപ്പുറത്തെ സൈഡാണ്. അത് പലപ്പോഴും നമ്മൾ അറിയാണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഇനി നമ്മുടെ പഴയ ചായക്കട ഒരു ലക്ഷൂറിയസ് 5 സ്റ്റാർ ചായക്കടയാക്കാൻ സമയമായി. സർപ്രൈസ് കൊടുക്കാനായിട്ടുള്ള എല്ലാം തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് കബീർക്ക് ഒരു ക്ലൂവും കാണുന്നില്ല. ആവേശം പൊങ്ങുന്നേ, ആകാശം മുട്ടുന്നേ, ആഘോഷക്കാലത്തിൻ ആരംഭം കാണുന്നേ, നേടാനായി നേതാവായി മാർഗങ്ങൾ തേടുന്നേ, പണ്ടത്തെ കാലത്തിൻ വീര്യത്തെ ഓർക്കുന്നേ. എന്താലേ ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ആ പുള്ളിക്കാരൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം പറഞ്ഞാൽ ആ കടയൊന്ന് ശരിയാക്കണമെന്ന്. അപ്പം അത് ചെന്നിട്ട് ചെയ്തു കൊടുത്ത ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഈ പലപ്പോഴും പലരും വിമർശിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് അത് പറ്റൂല. നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യം പുള്ളി ചെയ്യുന്നു. അപ്പം പുള്ളീനെ അതിനകത്തും കുറ്റം കണ്ടുപിടിച്ച് പുള്ളീനെ ഇതാക്കാന്ന് പറയുമ്പോഴത്തേക്കും അത് എന്തൊരു ഇതാണെന്ന് എനിക്ക് മനസ്സിലാവുള്ള കേട്ടോ. ബാക്കിയാണ് കണ്ടല്ല എങ്ങനെ ഇരുന്ന കടയാണ് പുള്ളി അത് മാറ്റി ഒരു വേറൊരു പരുവത്തിനകത്താക്കി. ഒരു നല്ലൊരു കാര്യം ആ പുള്ളിക്കാരൻ്റെ ജീവിതത്തിൽ തന്നെ പുള്ളി ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരാൾ വരും വന്നിട്ട് എൻ്റെ ഈ കടയൊക്കെ ശരിയാക്കി ഒരു അടിപൊളിയാക്കുമെന്നൊന്നും പുള്ളി ചിന്തിച്ചിട്ട് പുള്ളി സ്വപ്നങ്ങളിൽ പോലും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവരുടെ ലൈഫിനകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷമാണ് നമ്മൾ പലപ്പോഴും കാണാണ്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ വരുമ്പോഴത്തേക്കും പലരും വിമർശിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഈ നമ്മുടെ മുതുകാടിന്റെ അതെടുത്തിട്ട് വന്ന് ഇതുമായിട്ട് ചിലപ്പോൾ കൂട്ടിക്കുറയ്ക്കാൻ സാധ്യതയുണ്ട്. മുതുകാട് ചെയ്യുമ്പോൾ ഓഹോ ഇത് ചെയ്യുമ്പോൾ ആഹാ എന്നുള്ള രീതിക്കൊക്കെ പലരും പറയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ എനിക്ക് ആ ഒരു കേസിനകത്ത് പറയാനുള്ളതെന്ന് ഈ മുതുകാട് ചെയ്യുന്ന കാര്യവും ഇതുമായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. മുതുകാട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു BGM മെഡലും പരിപാടിയൊക്കെ ഇട്ട് പുള്ളി അവരുടെ ഒരു ഇമോഷനെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം അവര് തന്നെ പുറത്തു വന്ന് പറയുന്നതാണ്. കാര്യം ഞങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ പരിപാടികൾ ഇഷ്ടമല്ല എന്ന് ഈ ഒരു ഇത് അനുഭവിച്ച കുട്ടികൾ തന്നെയാണ് വന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അവർക്ക് സന്തോഷമാണുള്ളത് നിക്ക് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും. അപ്പൊ അതും കൂടെ നമ്മൾ നോക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കാൻ. ഇത് രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ ഓരോ വീഡിയോ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഈ വീഡിയോയുടേതായ കമന്റ് ആയിട്ട് ഇടാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റ ബൈ, സീ യു.